2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPയും CPIMും സംയുക്തമായാണ് പല സ്ഥലങ്ങളിലും കോൺഗ്രസിനെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്നത്. BJPയും CPIMും ചേരുമ്പോൾ CJP എന്നാണ് പൊതുവെ കോൺഗ്രസ് അതിനെ വിളിക്കുന്നത്. അന്തംഗമ്മികളും അതുപോലെ തന്നെ സംഘികളും ചേർന്ന് പുതിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നു. ചുവപ്പ് നരച്ചാൽ കാവി എന്ന രീതിയിലേക്കാണ് അവരുടെ പരിവർത്തനം എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കുറച്ച് സീറ്റുകൾ പിടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം. വോട്ട് ഷെയർ കുറഞ്ഞാലും വേണ്ടില്ല. നമുക്കറിയാം BJPക്ക് വോട്ട് ഷെയർ 10% കുഴപ്പമില്ല. സിലക്റ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് അവരുടെ നോട്ടം. അതായത് ഏതാനും ചില മണ്ഡലങ്ങളിൽ അവർ ജയിക്കാനുള്ള സാഹചര്യം CPIM വഴിയൊരുക്കുകയാണ്. അതിന് കൃത്യമായ റിപ്പോർട്ടുമുണ്ട്. അതിനുവേണ്ടിയുള്ള പരിപാടികളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന 5 മണ്ഡലങ്ങളിൽ 1 കാസർഗോഡ്, 2 മഞ്ചേശ്വരമാണ്. പാലക്കാടൊന്നും ഇനി ഒരിക്കലും അത് വർക്കൗട്ട് ആകില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. BJP ഇനി എങ്ങനെയൊക്കെ ആഞ്ഞു പ്രവർത്തിച്ചാലും CPIM വോട്ടുകൾ വാങ്ങിച്ചാലും അവിടെ പാലക്കാട് UDFന് ആധിപത്യമുണ്ട് എന്ന് 18,840 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ രാഹുൽ മാങ്കൂട്ടം അരക്കിട്ട് ഉറപ്പിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് ആ സ്ഥലത്തിനി അവിടെ BJPക്ക് കളിയിറക്കാൻ കഴിയില്ല. BJP കേന്ദ്രീകരിക്കുന്നത് കാസർഗോഡും മഞ്ചേശ്വരവും കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരും അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടിയുമാണ്. തൃശ്ശൂരും ഇരിങ്ങാലക്കുടിയും അവരുടെ പ്രധാന കേന്ദ്രങ്ങളായി മാറുകയാണ്. എന്നാൽ ഇരിങ്ങാലക്കുടിയിൽ ബിന്ദുവാണ് നിലവിലെ MLA. അവർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ്റെ ഭാര്യയാണ്. വാസ്തവത്തിൽ ബിന്ദുവിന് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലരും ചിരിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത്. എന്തു തന്നെ ആയിരുന്നാലും ഇരിങ്ങാലക്കുടയിൽ ഇനി അവരെ നിർത്താൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് BJPക്ക് ആയിക്കൂടാ? ഇത്തരത്തിൽ ഒരു ഇക്വേഷനിലേക്ക് പോവുകയാണ്. മാത്രമല്ല CPI മത്സരിക്കുന്ന സീറ്റാണ് തൃശ്ശൂർ നിയോജക മണ്ഡലം. തൃശ്ശൂരും അതുപോലെ തന്നെ ഒല്ലൂരുമൊക്കെ വലിയ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുകയാണ്. അതുപോലെ തന്നെയാണ് ചാത്തന്നൂർ എന്ന സീറ്റ് കൊല്ലം ജില്ലയിൽ. CPIയുടെയും അതുപോലെ തന്നെ CPIM അധികം വോട്ട് പിടിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളുമാണ് BJPയുടെ കേന്ദ്രീകരണം. BJP അതിനുവേണ്ടിയുള്ള വിലപേശൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പകരമായി മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് ഒഴിവാക്കി കൊടുക്കുക, കേന്ദ്രത്തിൻ്റെ ഏജൻസികൾ പരമാവധി വേട്ടയാടൽ നിർത്തുക. മുഖ്യമന്ത്രിയും മരുമകനും വലിയ രീതിയിൽ രാഷ്ട്രീയ ഭാവി ഉള്ളവരാണ്. അത് ഇനിയും തച്ചുടയ്ക്കരുത്. ഇനി ഒരു 10 കൊല്ലം കൂടി പിണറായിക്ക് ഭരിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുക, മരുമകന് പടിപടിയായി വളരാൻ സാഹചര്യം അനുവദിക്കുക. ഇതൊക്കെയാണ് CPIMൻ്റെ ഡിമാൻഡുകളെന്നാണ് മാധ്യമങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നത്.